നാശം പിടിക്കാൻ. ഒരെണ്ണം കൂടി അടിച്ചാ സെറ്റാ. നീ അടിക്കുന്ന? എനിക്ക് വേണ്ട. ഇങ്ങനെ ഫുൾ ടൈം അടിച്ചോണ്ടിരുന്ന എങ്ങനെയാ വണ്ടി കൊണ്ട് പോന്നേ? വണ്ടീന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോ ഞാൻ നിന്റെ വണ്ടി തന്നെ തിരിച്ചു വരും. അതെന്താണ്? അവരെ എന്റെ വണ്ടിയിൽ അവിടെ ട്രിപ്പ് പോകാൻ നിൽക്കുമായിരുന്നു. ഞാൻ ആ കാര്യം അറിയാതെ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നതേ ആ വീട്ടിലെ തള്ളക്ക് ഇഷ്ടമായില്ല. വണ്ടി എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെല്ലാരും കൂടി തള്ളയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുക. അതെ ഞാനേ അവിടെ എന്തായി നോക്കിട്ട് പെട്ടെന്ന് വരാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യും. ഓ, അല്ലെങ്കിലേ ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോവാ. യാത്ര മാറ്റിവെച്ച സ്ഥിതിക്ക് വണ്ടി ഇരിക്കു കൊണ്ടുപോകട്ടെ അല്ലേ? ഇനിയിപ്പം വണ്ടി നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷേ രഘുവേട്ടൻ വണ്ടി കൊണ്ടുവന്ന റിസ്ക് അല്ലേ ഇന്ദ്രേട്ടാ? അതെ, പുള്ളി മദ്യപിച്ചിട്ടുണ്ട്. പോലീസ് വല്ലതും പിടിച്ച പണിയാവും. വല്ല ആക്സിഡന്റ് സംഭവിച്ചാൽ അതിലും വലിയ പണിയാ. അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യരുത് ഇന്ദ്രേട്ടാ. അതിലെ ഇപ്പൊ വരാം. അല്ല എന്തിനാ, എന്തായി തീരുമാനം? നിങ്ങൾ ഈ വണ്ടിയിൽ തന്നെ ടൂർ പോകണം? അത് എൻ്റെ ആഗ്രഹം. ഞാൻ വേണമെങ്കിലേ അറിയാതെ ഇവിടെ വന്നു പോയതിന് സുശീല എന്നോട് സോറി പറയാം. അയ്യോ രഘുവേട്ടാ, വേണ്ട വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളെ യാത്ര മാറ്റി വെച്ചു. ഞാൻ കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങാൻ പാടില്ല. ഇന്ദിര, ഞാൻ തടസ്സമായിട്ട് വന്നതിന് എന്ത് പ്രായത്തെ വേണേലും ചെയ്യാം. എന്ത് സത്യം? അല്ല, നീ അതിന് തടസ്സമൊന്നും ആയില്ലല്ലോ. ഞങ്ങളിപ്പോ യാത്ര മാറ്റിവെച്ചത് നീ കാരണമൊന്നും കരുതണ്ട. ഞങ്ങളിപ്പോ ഇത് മാറ്റിവെച്ചത് ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങൾ കൊണ്ടാ. എന്നാലും ആ പ്രശ്നങ്ങളുണ്ടായത് ഞാൻ നിമിത്തമാണല്ലോ. അല്ലേ അല്ലേ സത്യ? അതിലൊന്നും കാര്യമില്ല രഘുവേട്ടാ. നമ്മളെല്ലാവരും പരസ്പരം അറിയാവുന്നവരല്ലേ. ഞങ്ങൾ ആരും ഇതിന്റെ പേരിൽ രഘുവേട്ടനെ തെറ്റിദ്ധരിക്കില്ല. അതുപോലെ അത് എന്നാലും സത്യ രഘുവേട്ടാ, അമ്മയുടെ പ്രതിഷേധമൊന്നും രഘുവേട്ടൻ കാര്യാക്കണ്ട. ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കി ഇപ്പൊ തന്നെ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ഡ്രൈവറിനെ ഏർപ്പാടാക്കാൻ എന്തിന്? എന്റെ അനു, ഞാൻ ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവർ അല്ലേ? ഹെവി ലൈസൻസ് എന്ന് വെച്ചാ മദ്യപിച്ച് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആണോ രഘുവേട്ടാ? അതെ രഘു, നീ കുറച്ച് ഓവറാ. ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് നീ വീണ്ടും അടിച്ചു അല്ലേ? എടാ എന്തിനാ, ഞാൻ കുറച്ച് അങ്ങോട്ട് പോയി ഓട്ടോക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറയാൻ പോയതാ. അപ്പൊ നീ ഇങ്ങനെ എന്തായാലും രഘുവേട്ടൻ ഈ കണ്ടീഷനിൽ വണ്ടി എടുക്കണ്ട, അത് റിസ്കാ. രഘുവേട്ട, ഡ്രൈവർ വേണമെങ്കിൽ ഞാൻ വിളിച്ച് സെറ്റ് ചെയ്യാം. വരട്ടെ സത്യ, എനിക്ക് നിങ്ങൾ കരുതും പോലെ ഒരു പ്രശ്നവുമില്ല. ഡ്രൈവർ ഒന്നും വേണ്ട, അത് ശരിയാവില്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, വണ്ടി ഞാൻ പഞ്ചരത്നത്തിൽ കൊണ്ടിട്ട് തരാം. അവിടുന്ന് ഞാനാണല്ലോ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത് അല്ലേ? അത് ശരിയാ. ഇന്ദ്രേട്ടനല്ലേ പഞ്ചരത്നത്തിൽ നിന്ന് ഈ വണ്ടി എടുത്തോണ്ട് വന്നേ? ആ, അവിടെ ഇത് സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ദ്രേട്ടന് തന്നെയാ. നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലേ ഒരു രക്ഷയില്ല. രഘു, ഞങ്ങൾ ഈ പറയുന്നത് നീ അത്രയും ദൂരം വണ്ടി ഓടിച്ചു പോകുന്നതിലെ റിസ്ക് ഓർത്തിട്ടാ. അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. അതെ, ഞാൻ വണ്ടിയായി
പഞ്ചിനത്തം വരെ പോയാലല്ലേ പ്രശ്നമുള്ളൂ. ഞാനേ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു യൂസ്ഡ് കാർ ഷോറൂമിൽ പോയാൽ കുഴപ്പമില്ലല്ലോ.